ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 14ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടാങ്സാന്റെ ഫാദർ ടാങ്സാനോട് ഇങ്ങനെ പറയുന്നതാണ്: യഥാർത്ഥത്തിൽ സ്ട്രോങ് ആവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിനക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഒരിക്കൽ നിനക്കത് മനസ്സിലാകും. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന രഹസ്യമാണ്. അത് വേറൊന്നുമല്ല, ടാങ്സാന്റെ ഫാദറിന്റെ ആക്രമണം മൂലമുള്ള പരിക്ക് മൂലമാണ് ഷൂഞ്ചി കുറച്ച് നാളുകൾക്ക് ശേഷം മരിച്ചത് എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അത് അങ്ങനെയല്ല. ആ ഒരു രഹസ്യമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് പരിക്ക് പറ്റിയിരുന്നത് കൊണ്ട് തന്നെ അത് ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഷൂഞ്ചിയുടെ അടുത്തേക്ക് ബേബി ഡോങ് വന്നു. ഒരു കടം വീട്ടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഡെത്ത് സ്പൈഡറിന്റെ കാലുകൾ അയാളുടെ ശരീരത്തിലേക്ക് തറച്ചു കയറ്റുന്നു. കുത്തേറ്റ് കഴിഞ്ഞിട്ടും ഒരു വിധത്തിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? മാർഷൽ സോൾഹാളിന്റെ നേതാവാണ്, നിന്റെ മാസ്റ്ററാണ്, നിന്റെ ഭർത്താവാണ്. ഇതൊക്കെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് അയാൾ പറയുന്നുണ്ട്. ബേബി ഡോങ് അപ്പോൾ പറയുകയാണ്: നിങ്ങൾ എന്ന് എന്നെ മുറിവേൽപ്പിച്ചുവോ അന്നു മുതൽ നിങ്ങൾ എനിക്ക് ആരുമല്ലാതായി തീർന്നിരുന്നു. അതിനുശേഷം അയാളുടെ എനർജിയും വലിച്ചു കുടിച്ചിട്ട് ബേബി ഡോങ് പറയുകയാണ്: എനിക്കപ്പോൾ മറ്റുള്ള സോൾ മാസ്റ്റേഴ്സിന്റെ എനർജിയും ആഗിരണം ചെയ്ത് എന്റെ ശക്തി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുമല്ലേ? ഈ അവസാന പാഠം പഠിപ്പിച്ചു തന്നതിന് നന്ദി. അതും പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിലുള്ള വസ്തുവും എടുത്ത് അത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ബേബി ഡോങ് അവിടെ നിന്ന് പോകുന്നത്. കുറച്ചു കഴിയുമ്പോൾ തന്നെ അയാൾ മരിച്ചു പോകുന്നതായും കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ബേബി ഡോങ് കാരണമായിരുന്നു ഷൂഞ്ചി മരിച്ചത്. അതെല്ലാം ധ്യാനത്തിലായിരുന്ന ബേബി ഡോങ് ഓർത്തതിന് ശേഷം പറയുകയാണ്: ഷൂഞ്ചി, നിങ്ങൾ കാരണം എന്തൊക്കെ നേട്ടങ്ങളാണ് എനിക്കുണ്ടായത്. നിങ്ങൾ മരിച്ചതിന്റെ ഉത്തരവാദിത്തം ഹോത്തിയാൻ സെക്റ്റിന്റെ തലയിൽ കൊണ്ടുവന്നിട്ട് അവരെ അടിച്ചമർത്താൻ സാധിച്ചു. രാക്ഷസാരല്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. മാർഷൽ സോൾഹാളിനെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. ടാങ്സാന്റെ ഫാദർ ആകട്ടെ ടാങ്സാൻ ഇതേ സമയം ഒരു പെട്ടി കൊടുക്കുന്നു. ആ പെട്ടിയുടെ ഉള്ളിലായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത 2 സോൾ ബോണുകൾ ഉണ്ടായിരുന്നത്. അത് ടാങ്സാന് കൊടുത്തിട്ട് ടാങ്സാന്റെ ഫാദർ പറയുകയാണ്: ഇത് നമ്മുടെ സെക്റ്റിന് കൊണ്ടുപോയി കൊടുക്കണം. ഇത് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നേരത്തെ ടാങ്സാന്റെ ഫാദർ അയാളുടെ പാസ്റ്റ് പറയുന്ന സമയത്ത് ടാങ്സാന്റെ മുത്തശ്ശൻ അയാൾക്ക് അത് കൊടുത്തിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു: സെക്റ്റിലെ അമൂല്യമായിട്ടുള്ള സോൾ ബോണുകളിൽ 2 എണ്ണം നേരത്തെ അവൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന്. അതായത് ടാങ്സാന്റെ ഫാദർ. പക്ഷേ സെക്റ്റിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണ് അത് തിരികെ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഗ്രാൻഡ് ഫാദറിനോടുള്ള റെസ്പെക്റ്റും കാണിക്കണം. അങ്കിളിനെ ഞാൻ അന്വേഷിച്ചിരുന്നു എന്നും പറയണമെന്ന് ടാങ്സാനോട് ടാങ്സാന്റെ ഫാദർ പറയുന്നു. ടാങ്സാൻ അപ്പോൾ ഫാദറിനും കൂടെ വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ പറയുന്നത്: ശേഷിച്ച കാലം മുഴുവനും നിന്റെ അമ്മയുടെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. അതിനുശേഷം അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: വളരെ ബുദ്ധിമുട്ടുള്ള 2 ടാസ്കുകളാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിനക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ടാങ്സാൻ പറയുകയാണ്: ഒരു മകൻ എന്ന നിലയിൽ അച്ഛന്റെ ഭാരം ഷെയർ ചെയ്യുക എന്നത് എന്റെ ദൗത്യമാണ്. ഇതിനു മുമ്പ് അത് സാധിക്കാത്തതിലുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അതിനുശേഷം ടാങ്സാൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡ്രാഗൺ ലീഫുകൾ ഫാദറിന് കൊടുത്തിട്ട് പറയുകയാണ്: ഫാദറിന് പെട്ടെന്ന് ഹീലാകാൻ ഇത് സഹായിക്കും. മാസത്തിൽ 1 എണ്ണം മാത്രം ഇത് കഴിച്ചാൽ മതി. അതിനുശേഷം പെട്ടെന്ന് എന്തോ കിട്ടിയതുപോലെ ടാങ്സാൻ പറയുകയാണ്: അമ്മയുടെ മുറിവുകളെല്ലാം ഉണങ്ങുന്നതിനും 1000 മടങ്ങ് വേഗത്തിൽ അമ്മ വളരുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥലം എനിക്കറിയാം. സന്തോഷത്തോടെ ടാങ്സാന്റെ ഫാദർ അത് സത്യമാണോ എന്ന് ചോദിക്കുന്നു. ടാങ്സാൻ പറയുകയാണ്: ലോകത്തുള്ള 3 നിധികളിൽ ഒന്ന് അതാണ്. ആ സ്ഥലം അറിയപ്പെടുന്നത് ഫയർ മൗത്ത് സ്പ്രിംഗ് എന്നാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡ്രാഗൺ ലീഫ് പോലും അവിടെ നിന്നല്ലേ? അത് കേട്ട് ടാങ്സാന്റെ ഫാദറിന് ഒരുപാട് സന്തോഷമാകുന്നു. പിന്നെ കാണിക്കുന്നത് ഹുലീന മാർഷൽ സോൾഹാളിലുള്ള കുറച്ചു പേരെ ശകാരിക്കുന്നതാണ്. അവർ ട്രെയിനിങ് ഒന്നും എടുക്കാതെ നടക്കുന്നത് കൊണ്ടാണ് അവരെ ശകാരിക്കുന്നത്. അവരാകട്ടെ ടീച്ചിങ് പൊസിഷനിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. ഓഹോ, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുലീന അവളുടെ ഡീമൺ ഡൊമൈൻ അവരുടെ നേരെ പ്രയോഗിക്കുന്നു. ഒരു വിധത്തിലായിരുന്നു അവളുടെ ഡീമൺ ഡൊമൈന്റെ മുമ്പിൽ അവർ പിടിച്ചു നിന്നത്. ഹുലീനയുടെ കണ്ണാകട്ടെ ശരിക്കും ചുവന്നു തുടുത്തിരുന്നു. അപ്പോഴേക്കും ബേബി ഡോങ് അവിടെ എത്തി ഹുലീനയെ തടയുന്നു. മറ്റുള്ളവരെ ആകട്ടെ അവിടെ നിന്ന് കൊണ്ടുപോകാനും പറയുന്നുണ്ട്. അതിനുശേഷം ഹുലീനയെ മാത്രം അടുത്ത് വിളിച്ചുകൊണ്ട് അവളുടെ കണ്ണിന്റെ ചുവപ്പ് നിറം മാറ്റി കൊടുക്കുന്നു. അപ്പോൾ മാത്രമാണ് ആ ചുവപ്പ് നിറം മാറിയത്. ടാങ്സാനുള്ള പ്രശ്നങ്ങളൊന്നും എന്തേ ഹുലീനയ്ക്ക് ഇല്ലാത്തതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ബേബി ഡോങ് അതിനുശേഷം പറയുകയാണ്: നിന്റെ ഡീമൺ ഡൊമൈൻ പവർഫുൾ തന്നെയാണ്, പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ നിനക്ക് സാധിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ കൺട്രോൾ ചെയ്ത് പരാജയപ്പെടുത്തും. അവസാനം അത് നിനക്ക് തന്നെ വിനയായി തീരും. ഹുലീന അപ്പോൾ ബേബി ഡോങ്ങിനെ വണങ്ങിക്കൊണ്ട് അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ എടുക്കാമെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഓസ്കാറിനെ ആലോചിച്ച് അവർ പിരിഞ്ഞ സ്ഥലത്ത് കിടക്കുന്ന റോങ്ങിനെയാണ്. അവർ അവസാനമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ ഓസ്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നു. ആ സംഭവങ്ങളെല്ലാം ഓർത്തു കഴിയുമ്പോൾ റോങ് ഇങ്ങനെ പറയുന്നുണ്ട്: എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നീ ട്രെയിനിങ്ങിന് പോയിരിക്കുന്നത്. പക്ഷേ എന്നെ ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഓസ്കാറിനെയും അവൻ രക്ഷിച്ച മറ്റേ വ്യക്തിയെയുമാണ്. അവർ ഒരു സ്ഥലത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്കാർ രക്ഷിച്ച ആ വ്യക്തിയുടെ പേര് നമുക്ക് മോ എന്ന് വിളിക്കാം. അയാളുടെ യഥാർത്ഥ പേര് വേറെ എന്തോ ആണ്.
അറിയാവുന്നതാണ്. പക്ഷെ അന്വേഷിച്ച് സമയം കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു പേര് ഇട്ട് അയാളെ മോ എന്ന് വിളിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴേക്കും വാതിൽ തുറന്ന് കുറച്ച് സോൾ മാസ്റ്റേഴ്സ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ സോൾ ബോൺ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് 60 ലെവലുള്ള ഒരു സപ്പോർട്ട് സോൾ മാസ്റ്ററിനെ വേണം. എന്നാൽ അവിടെ സപ്പോർട്ട് സോൾ മാസ്റ്റേഴ്സ് ആയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പല ലെവലുകളിലുള്ള വാർ സോൾ മാസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പണം തരികയാണെങ്കിൽ അവർ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞതാണ്. എന്നാൽ ഉടനെ തന്നെ ഓസ്കാർ പറഞ്ഞു, ഞാൻ 58 ലെവലിലുള്ള സപ്പോർട്ട് സോൾ മാസ്റ്റർ ആണ്. പക്ഷേ എനിക്ക് ഈ പണം പോരാ, ഇതിന്റെ ഇരട്ടി വേണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് സോൾ ബോൺ കിട്ടുകയാണെങ്കിൽ വീണ്ടും പണം തരേണ്ടി വരും. അത് കേട്ട് അവരുടെ നേതാവായിട്ടുള്ള വ്യക്തി പറയുകയാണ്, പണത്തോട് ഇത്രക്ക് ആർത്തിയോ? ക്യൂബർ ആംബർ സെക്റ്റിലുള്ളവർ പോലും ഇത്രക്ക് ആവശ്യപ്പെടാറില്ല. വെറുതെ ഇടിമേടിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, എന്റെ ഈ സോസേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോസേജ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഓസ്കാർ അവർക്ക് കൊടുക്കുന്നു. അത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിക്കായിരുന്നു കൊടുത്തത്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നു. അവനൊരു ഫുഡ് ബ്രാഞ്ച് സോൾ മാസ്റ്റർ ആണ്. മുറിവുകൾ ഹീൽ ചെയ്യുന്നതിന് വേണ്ടി അവൻ യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നു. ഓസ്കാറും മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഇതുമൂലം നിങ്ങൾക്ക് വിശക്കില്ല, മുറിവുകളെല്ലാം പെട്ടെന്ന് ഹീൽ ആവുകയും ചെയ്യും. അപ്പോൾ അവരുടെ നേതാവായിട്ടുള്ള വ്യക്തി മുന്നോട്ട് വന്ന് അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നീ വിശ്വസ്തനാണ്, നിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ തയ്യാറാണ്. ശേഷം അയാളുടെ പേര് ടെംപെസ്റ്റ് വൂൾഫ് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. മോയും ഓസ്കാറിന്റെ തോളിൽ ഒന്ന് തട്ടുന്നു. എന്നാൽ ഓസ്കാർ ആകട്ടെ മോവിനെ കുറിച്ച് അയാളുടെ അടുത്ത് പറയുന്നു, ഇവൻ 7 സോൾ റിംഗ് ഉള്ള ഒരു വാർ സോൾ മാസ്റ്റർ ആണ്. എന്നെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഇവനെയും കൂടെ കൂട്ടണം. അതൊക്കെ കൂടെ കൂട്ടാം, ഞങ്ങളുടെ ഗ്രൂപ്പ് അതോടെ ഫുൾ ആകും. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള സ്ഥലമല്ല. അവിടെ ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ നമ്മുടെ വിധിയെ ആശ്രയിച്ചിരിക്കും. ഓസ്കാർ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ശരി എന്ന് പറഞ്ഞ് 2 പേർക്കുമുള്ള പണവും വെച്ചുകൊണ്ട് അവരവിടുന്ന് പോകുന്നു. അവരിറങ്ങി കഴിയുമ്പോൾ തന്നെ മോ ഓസ്കാറിനോട് പറയുന്നുണ്ട്, അവനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സോൾ ബീസ്റ്റ് ഹണ്ടർ ആണ്. അവന്റെ കൂടെ പോയവരിൽ പലരും തിരിച്ചു വന്നിട്ടില്ല. അവർ മരിച്ചോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. ഒന്നുകൂടി ആലോചിച്ചിട്ട് അവരുടെ കൂടെ പോയാൽ പോരെ? ഓസ്കാർ പറയുകയാണ്, ഞാൻ അവനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ അവൻ നല്ലൊരു സോൾ ബീസ്റ്റ് ഹണ്ടർ ആണ്. അവന്റെ കൂടെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആവശ്യമായ അടുത്ത സോൾ റിംഗ് ആർജിക്കാൻ സാധിക്കും. റിസ്ക് എടുക്കാതെ നമുക്ക് ഒന്നും നേടാനാകില്ല. നിനക്ക് ഭയമാണെങ്കിൽ നിനക്ക് തിരികെ പോകാം. എന്നാൽ എനിക്ക് ഭയമൊന്നുമില്ല, നിന്നെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് മോ പറയുന്നു. ഓസ്കാർ പറയുകയാണ്, അതിനെക്കുറിച്ച് ഓർത്ത് നീ ആകുലപ്പെടേണ്ട, ഞാൻ എന്റെ ലേഡിക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, എല്ലാം പൂർത്തിയാക്കിയിട്ട് പെട്ടെന്ന് തിരികെ വരാമെന്ന്. അതിനുശേഷം അവരും പുറത്തേക്ക് ഇറങ്ങി ടെംപെസ്റ്റ് വൂൾഫ് ഗ്യാങ്ങിന്റെ കൂടെ പോകുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ പന്ത് മാർഷൽ സോൾ ഹാളിൽ ഒരു വ്യക്തിയുടെ മുഖത്ത് വന്ന് കൊള്ളുന്നതാണ്. അയാൾ എന്തോ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേഷ്യത്തോടെ അയാൾ കുറെ ആളുകളെ ആ കുട്ടികളെ പിടിക്കാൻ വേണ്ടി വിടുന്നു. എന്നാൽ അപ്പോഴേക്കും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി റോങ് അവിടെ എത്തി മാർഷൽ സോൾ ഹാളിലുള്ളവരെ ആക്രമിക്കുന്നു. അവളുടെ ഫൈറ്റിംഗ്സും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അവളെ അറ്റാക്ക് ചെയ്യുന്ന വ്യക്തിക്ക് 5 or 6 സോൾ റിംഗ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്നിട്ട് പോലും റോങ് അതിൽ നിന്നെല്ലാം അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി. എന്നാൽ അതിനുശേഷം ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള ഒരു അറ്റാക്കാണ് അയാൾ നടത്തുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റോങ്ങിന്റെ മുമ്പിൽ ചിലന്തി വലകൾ അയാൾ സൃഷ്ടിച്ചു. അതിനുശേഷം അയാൾ പറയുകയാണ്, എന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കരുതിയോ? നിന്നെ പോലെയുള്ള സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളെ ഞാൻ അധികം ഉപദ്രവിക്കാറില്ല. നല്ല കുട്ടിയായിട്ട് എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ റോങ്ങിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഗ്രാൻഡ് പയുടെ വാക്കുകളായിരുന്നു. പേടിച്ചതുപോലെ അഭിനയിച്ച് മറ്റുള്ളവരെ എങ്ങനെ ട്രാപ്പിലാക്കാമെന്നാണ് ഗ്രാൻഡ് പ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മറ്റുള്ളവർ അത് ഭീരുത്വമാണെന്ന് കരുതും. അതോർത്തുകൊണ്ട് റോങ് പറയുകയാണ്, നിങ്ങൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾ മാസ്റ്റർ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മാർഷൽ സോൾ ഹാളിൽ നിങ്ങൾക്ക് നല്ല പദവിയൊക്കെ ഉണ്ടായിരിക്കുമല്ലേ? അത് കേട്ട് അയാൾ ശരിക്കും ഒന്ന് പൊങ്ങുന്നുണ്ട്. അതിനുശേഷം റോങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലാവുന്നത്. റോങ് പെട്ടെന്ന് തന്നെ അയാളെ ആക്രമിച്ച് കീഴടക്കുന്നു. ഗ്രാൻഡ് പ പ്രാക്ടീസ് കൊടുത്തത് കൊണ്ട് തന്നെ അവളുടെ വേഗത ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ടാങ്ക്സന്റെ ആയുധവും ഉപയോഗിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് റോങ്ങിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേക്കും റോങ്ങിന്റെ ഗ്രാൻഡ് പേയും അങ്ങോട്ട് വരുന്നു. ഗ്രാൻഡ് പേ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഫാദർ നിന്നെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ? നിന്റെ അറ്റാക്ക് ഞാൻ കണ്ടിരുന്നു, അത് നന്നായിരുന്നു. ഇനി അവന് ക്യൂബർ ആംബർ പഗോഡ സെക്റ്റിലുള്ളവരുടെ നേരെ കൈ ഉയർത്താൻ ധൈര്യം തോന്നരുത്. ഗ്രാൻഡ് പേയും അവനെ എന്തോ ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് ടാങ്ക്സാന്റെ ഫാദറിന്റെ കൂടെ അമ്മയായിട്ടുള്ള ബ്ലൂ സിൽവർ പ്ലാന്റിനെയും എടുത്തുകൊണ്ട് സൺസെറ്റ് ഫോറസ്റ്റിലുള്ള ഐസ് ഫയർ മൗത്ത് സ്പ്രിംഗിലേക്ക് വരുന്നതാണ്. അവിടെ ബ്ലൂ സിൽവർ പ്ലാന്റ് 1000 മടങ്ങ് വേഗത്തിൽ വളരും. മാത്രമല്ല സോൾ മാസ്റ്റേഴ്സിന്റെയും സോൾ ബീസ്റ്റിന്റെയും ആക്രമണം ഒന്നും അവിടെ ഉണ്ടാകില്ല. അവിടുത്തെ വായുവിന് വിഷാംശം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ വളരെ കെയർഫുൾ ആയിട്ട് അവിടെ പ്ലാന്റ് ചെയ്യാൻ ടാങ്ക്സാന്റെ ഫാദർ പറയുന്നു. പ്ലാന്റ് ചെയ്ത ഉടനെ തന്നെ ബ്ലൂ സിൽവർ പ്ലാന്റ് അല്പം ഒന്ന് വളരുന്നുണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് അതിനെ പ്ലാന്റ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ടാങ്ക്സാന്റെ ഫാദർ അപ്പോൾ എങ്ങനെയാണ് ടാങ്ക്സൻ ആ സ്ഥലം
ഇതെല്ലാം കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഡൂഗുബോ അവനെ ഒരു പ്രാവശ്യം ഡൂഗുബോയുടെ ശരീരത്തിലുള്ള വിഷാംശം നീക്കം ചെയ്യുന്നതിന് വേണ്ടി തട്ടിക്കൊണ്ടുവന്നിരുന്നു. ആ സമയത്താണ് അവനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. ടാങ്ക്സൺ അതിനെ കുറിച്ചൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മൾ അതൊക്കെ കണ്ടതാണ്. ടാങ്ക്സനെ ഫയറും വാട്ടറും പോയിസണും ഒന്നും അത്രയ്ക്ക് ദോഷകരമായിട്ട് ബാധിക്കില്ല. അവൻ അബ്സോർബ് ചെയ്ത ഏതോ മെഡിസിന്റെ പവർ ആണത്. അതിനെക്കുറിച്ച് ടാങ്ക്സന്റെ ഫാദറിനോട് ഇതേ സമയം പറയുന്നുമുണ്ട്. അതുകൊണ്ട് ആ സ്ഥലം അവന് അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ടാങ്ക്സന്റെ ഫാദറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം ടാങ്ക്സൺ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അന്ന് ഡൂഗുബോയുമായിട്ട് ടാങ്ക്സൺ ബെറ്റ് വെച്ചിരുന്നു. 3 ടാസ്കുകളായിരുന്നു ടാങ്ക്സനെ ഏൽപ്പിച്ചത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള വിഷാംശം നീക്കം ചെയ്യുക എന്നതാണ്. മറ്റ് 2 ടെസ്റ്റുകളും വിഷാംശം നീക്കുന്നതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ തന്നെയാണ്. പക്ഷേ അതൊക്കെ എളുപ്പമായിട്ട് അവന് പാസ്സാകാൻ സാധിച്ചുവെങ്കിലും അവസാനത്തേത് കഠിനമായിട്ടുള്ളതായിരുന്നു. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ടാങ്ക്സൺ എന്നേക്കും ഡൂഗുബോയുടെ അടിമയായിരിക്കും. വിഷമാണ് ഡൂഗുബോയുടെ മാർഷൽ സോള്. ജെയ്ഡ്, ഫോസ്ഫർ, സർപ്പന്റ് കിങ്, വെനമാണ് അദ്ദേഹത്തിന്റെ ശക്തി. പക്ഷേ അത് തന്നെ അദ്ദേഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടാങ്ക്സൺ ആണ് അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തത്. കാരണം ടാങ്ക്സന് വിഷമൊന്നും ഏൽക്കില്ല. അതിന് കാരണം ബ്ലൂ സിൽവർ പ്ലാന്റ് അതെല്ലാം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. അത് തന്നെയാണ് ഡൂഗുബോയും ഇവിടെ ചെയ്യേണ്ടത്. ഡൂഗുബോയുടെ ശരീരത്തിൽ നിന്ന് വിഷം മെഡിസിൻ ഉപയോഗിച്ച് മൂവ് ചെയ്യിപ്പിച്ച് സോൾ ബോണിൽ എത്തിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടാങ്ക്സന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് വിഷത്തെ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഡൂഗുബോയുടെ സോൾ ബോൺ വിഷങ്ങളെ ഏറ്റെടുക്കാൻ തുടങ്ങും. അത് മാത്രമല്ല ശരീരത്തിൽ നിന്ന് വിഷം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. അതെല്ലാം കേട്ട് ഡൂഗുബോ അത്ഭുതപ്പെട്ടു പോകുന്നു. അയാൾ പറയുകയാണ്, ഈ ലോകത്ത് ഞാൻ അധികം ആളുകളെ ഒന്നും ആരാധിക്കാറില്ല, പക്ഷേ നീ അതിലൊരാളായിരിക്കുന്നു. ശേഷം പവർഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സർപ്പന്റിന്റെ കോറ് ടാങ്ക്സനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. ഡൂഗുബോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് ടാങ്ക്സൺ മരിക്കുന്നതിന് വേണ്ടിയാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് സോൾ മാസ്റ്ററിന് പോലും അതിനെ അതിജീവിക്കാനാകില്ല എന്നാണ് പറയുന്നത്. അതൊന്നും കേട്ടിട്ട് ടാങ്ക്സൺ കുലുങ്ങിയില്ല. കാരണം ടാങ്ക്സൺ ഉറപ്പായിരുന്നു അദ്ദേഹത്തെ ഹീൽ ചെയ്യാൻ സാധിക്കുമെന്ന്. ടാങ്ക്സൺ അതിനുശേഷം ഇതിൽ വിജയിച്ചാൽ എനിക്ക് എന്താണ് തരാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ഡൂഗുബോ അപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ കഴിച്ച ഇന്നർ കോറിലാണ് എന്റെ ശക്തിയുടെ പകുതി ശക്തി ഉള്ളത്. കുഴപ്പം പിടിച്ച ഒന്നും തന്നെ നീ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിനക്ക് നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. കൾട്ടിവേഷൻ അത് നിന്നെ ഒരുപാട് സഹായിക്കും. പക്ഷെ എന്റെ ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നീ എനിക്കത് തരണം. അതിനൊക്കെ ടാങ്ക്സൺ ഒരുപാട് സമ്മതമായിരുന്നു. അവന് പ്രധാനമായിട്ടും വേണ്ടത് ആ സ്ഥലത്ത് നിന്ന് വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ചെടികളും പൂക്കളുമായിരുന്നു. അത് കേട്ട് ഡൂഗുബോ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എന്നെ ഹീല് ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ മുഴുവനും നിനക്കാണ്. അതെല്ലാം തന്റെ ഫാദറിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ടാങ്ക്സൺ പറയുകയാണ്, അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്തിന്റെ അധികാരിയായി തീർന്നത്. അതെല്ലാം കേട്ട് ടാങ്ക്സന്റെ ഫാദർ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയത് ശരിക്കും ഒരു മാജിക് തന്നെയാണ്. അങ്ങനെയാണ് ടാങ്ക്സന്റെ ഫ്രണ്ട്സിന് അമൂല്യമായിട്ടുള്ള കുറെ പ്ലാൻസ് കൊടുത്തത്. വൂവിന്റെ കയ്യിലും ഇരിക്കുന്നതും അങ്ങനെ തന്നെ കിട്ടിയതാണ്. അതെല്ലാം കേട്ട് ടാങ്ക്സന്റെ ഫാദർ പറയുകയാണ്, നീ ശരിക്കും ലക്കിയാണ്. നിനക്ക് സ്നേഹിക്കാൻ എല്ലാവരും ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്, സഹോദരന്മാരുണ്ട്, ഒരു പെണ്ണുണ്ട്. മനുഷ്യർ ജീവിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയല്ലേ. അയാൾ പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാകണമെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ജീവിക്കണം. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ടാങ്ക്സന്റെ ഫാദറിനോട് അങ്കിളിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ടാങ്ക്സന്റെ ഫാദർ ആകട്ടെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം പറയുന്നില്ല. ഏകദേശം 2 ശതകത്തോളമായി ഞാൻ അവനെ കണ്ടിട്ട്. അവനും എന്റെ പോലെ തന്നെ ഒരുപാട് വയസ്സായിട്ടുണ്ടാകുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശേഷം അവർ രണ്ടുപേരും ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ചുറ്റിനും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ടാങ്ക്സൺ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഡൊമൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലൂ സിൽവർ പ്ലാന്റ് ആകട്ടെ ഒരുപാട് വളർന്നിട്ടുണ്ട്. ടാങ്ക്സൺ ഇതേസമയം വൂവിനോട് എന്ന പോലെ പറയുകയാണ്, ഞാൻ എന്റെ അമ്മയെ കണ്ടു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചാന്. വൂ ആകട്ടെ അവിടെ ഇതെല്ലാം കേട്ടിട്ടാണോ എന്നറിയില്ല, ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് തിയാൻഡുവോ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്ക് മെഡിസിൻ കൊടുക്കുന്ന വ്യക്തി എപ്പോഴും കൊടുക്കുന്നത് പോലെ മെഡിസിൻ കൊണ്ടുവന്ന് കൊടുക്കാൻ പോകുന്നതാണ്. എന്നാൽ ബെങ് അവിടെ എത്തി അത് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട്, ഞാൻ ചക്രവർത്തിയുടെ മകനാണ്, ഇത് എന്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകാൻ പറയുന്നു. എന്നാൽ ഈ ഉത്തരവാദിത്തം ക്രൗൺ പ്രിൻസ് എന്നെയാണ് ഏൽപ്പിച്ചത്, ഇത് കൊടുത്തു കഴിയുന്നത് വരെയും എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല എന്ന് അയാളും പറയുന്നു. അത് കേട്ട് ബെങ്ങിന് ശരിക്കും ദേഷ്യമാവുന്നുണ്ട്. എന്റെ പദവി കൂടി തട്ടിയെടുക്കാനാണോ നീ നോക്കുന്നത്? നീ രാജകുമാരനൊന്നുമല്ലല്ലോ ഇവിടെ നിൽക്കാൻ, നീ ഇവിടുന്ന് പോകാനാണ് ഞാൻ പറഞ്ഞത്. ചക്രവർത്തി അപ്പോഴേക്കും ആ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ബെങ്ങിനെ ശകാരിക്കുകയാണ്. നീ ക്രൗൺ പ്രിൻസിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. ബെങ് അപ്പോൾ വളരെ കാമായിട്ട് പറയുന്നുണ്ട്, ഫാദറിന്റെ അസുഖം കൂടി എന്ന് കേട്ടു, അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വന്ന് പരിചരിക്കാം എന്ന് കരുതി. അതിനുശേഷം വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് മെഡിസിൻ കൊടുക്കുന്ന വ്യക്തി അവിടുന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മെഡിസിനുമായിട്ട് ആ വ്യക്തി കൊണ്ടുവന്ന മെഡിസിൻ മാറ്റിവെക്കുന്നു. എന്നിട്ട് തന്റെ കയ്യിലുള്ള മെഡിസിൻ ആയിരുന്നു ചക്രവർത്തിക്ക് ബെങ് കൊടുത്തത്. അപ്പോഴേക്കും വെള്ളം എടുക്കാൻ പോയ ആ വ്യക്തി ക്രൗൺ പ്രിൻസിന്റെ കൂടെ തിരിച്ചു വന്നിരുന്നു. ഡൂഗുബോയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ക്രൗൺ പ്രിൻസ് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ വരാറില്ലല്ലോ, എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരുന്നു നീ ഫാദറിന്റെ അടുത്തേക്ക് വന്നത്, അല്ലെങ്കിൽ നീ നല്ല കുട്ടിയായോ?
അത് കേട്ട് ബെങ് പറയുകയാണ്, എനിക്ക് എന്റെ ഫാദറിനോട് സ്നേഹം ഉണ്ടാകില്ലേ, അത് മാത്രമല്ല ഫാദറിനോട് രഹസ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ക്രൗൺ പ്രിൻസ് അത് കേട്ട് പറയുകയാണ്, ഫാദർ റെസ്റ്റ് ചെയ്യുകയാണ്, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അത് വേറൊന്നുമല്ല, ഞാൻ ദൂകുബോയോട് ഫണ്ണിന് വേണ്ടി വിഷമുള്ള ഒരു പാമ്പിനെ ചോദിച്ചിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ അയാൾ എന്നെ പറ്റിച്ചു. അതുകൊണ്ട് തന്നെ അത് തരാൻ പറഞ്ഞുകൊണ്ട് ഒരു രാജകൽപ്പന തന്നെ പുറപ്പെടുവിക്കണം. ദൂകുബോയും കട്ടയ്ക്ക് അഭിനയിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട്. അയാൾ പറയുകയാണ്, ആ സമയത്ത് എന്റെ കയ്യിൽ സത്യമായിട്ടും വിഷമുള്ള പാമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്റെ കയ്യിൽ ഒരു പാമ്പുണ്ട്. ബെങ് ഇപ്പോൾ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ അത് കാണിച്ചു കൊടുക്കാം. സന്തോഷത്തോടെ ദൂകുബോയുടെ കൂടെ ബെങ് പോകാൻ തയ്യാറാകുന്നു. ചക്രവർത്തി അപ്പോൾ ഇതിനാണോ നീ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനിയെങ്കിലും ആ പാമ്പിനെ നഷ്ടമാകാതെ നോക്കണമെന്ന് പറയുന്നു. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചക്രവർത്തി ഒരുപാട് ചുമച്ചു പോകുന്നുണ്ട്. ക്രൗൺ പ്രിൻസ് ആകട്ടെ മെഡിസിൻ കൊടുക്കുന്ന ആ വ്യക്തിയോട് വെള്ളം എടുത്തു തരാൻ പറയുന്നു. ശേഷം ആ വെള്ളം കൊടുക്കുന്നു. അതിനുശേഷം മറ്റൊരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ബെങ് ദൂകുബോയോട് പറയുന്നുണ്ട്, കൃത്യസമയത്താണ് നിങ്ങൾ വന്നതെന്ന്. അതിനുശേഷം മാറ്റിവെച്ച ആ മെഡിസിൻ ദൂകുബോയ്ക്ക് കൊടുക്കുന്നു. ഇതിനു മുമ്പ് ഇതേപോലെ ബെങ് ഒരു മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, വിഷമുള്ള മെഡിസിൻ. അത് പരിശോധിച്ച് ദൂകുബോ അതിനുവേണ്ടിയുള്ള ആന്റിവെനം പോലെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദൂകുബോയുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു തരം വിഷമാണത്. പക്ഷേ ചക്രവർത്തിയുടെ ശരീരത്തിനുള്ളിലുള്ള വിഷത്തിനെതിരെ ദൂകുബോയുടെ വിഷം പ്രവർത്തിക്കും. അതും വിഷമാണ് എന്ന് കേട്ടപ്പോൾ ബെങ് പേടിച്ചിരുന്നു. എന്നാൽ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദൂകുബോ പറയുകയാണ്, വർഷങ്ങളായിട്ട് ഞാൻ മെഡിസിൻസ് ഉണ്ടാക്കുകയാണ്, ഇതല്ലാതെ വേറൊരു മാർഗവും ഇപ്പോൾ കാണുന്നില്ല. ദൂകുബോ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ദൂകുബോയ്ക്ക് പോലും ഹീൽ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ള വിഷമാണ് ചക്രവർത്തിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ടാങ്സാനെ ദൂകുബോ നേരത്തെ അന്വേഷിച്ചത്. ഈ ഒരു സംഭവം അവർ ഓർത്തെടുത്തതാണ്. വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ദൂകുബോ പറയുകയാണ്, ഇതിന്റെ യഥാർത്ഥ ആന്റിഡോട്ട് നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോ മെഡിസിൻ മാറ്റിയതുപോലെ വീണ്ടും പല പ്രാവശ്യവും നമുക്ക് ചെയ്യേണ്ടി വരും. തന്റെ ഫാദറിനെ രക്ഷിക്കാൻ വേണ്ടി ബെങ് എത്ര പ്രാവശ്യവും അത് ചെയ്യാൻ തയ്യാറായിരുന്നു. ഈ ഒരു അവസരത്തിൽ മെഡിസിൻ കൊടുക്കുന്ന ആ വ്യക്തിയുടെ പേരും പറയുന്നുണ്ട്. അയാളുടെ പേര് യാങ് എന്നാണ്. അയാളാണ് കൊട്ടാരം വൈദ്യർ. പിന്നെ കാണിക്കുന്നത് ബിബി ഡോങ്ങിനെയും ക്രിസന്തമിനെയും ഗോസ്റ്റിനെയുമാണ്. അവർ എൽഡർ ഹാളിന്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. ക്രിസന്തം പറയുന്നുണ്ട്, അവർ നമ്മളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യില്ല എന്ന്. ബിബി ഡോങ് പറയുകയാണ്, അവരുടെ സപ്പോർട്ട് ആര് പ്രതീക്ഷിക്കുന്നു, അവരിത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോഴേക്കും സെക്കൻഡ് ഹെഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അങ്ങോട്ട് വരുന്നത്. മെയിൻ ഹെഡ് ആയിട്ടുള്ള വ്യക്തി എവിടെയെന്ന് ചോദിക്കുന്നു. എൽഡർ ഹാളിലുള്ളവരെ ഫ്ലാമൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഹെഡ് ഫ്ലാമൻ എന്ന ആ വ്യക്തിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹം ഇവിടെ ഇല്ല, എവിടെയോ പോയിരിക്കുകയാണ് എന്നാണ് സെക്കൻഡ് ഫ്ലാമൻ പറയുന്നത്. ബിബി ഡോങ് അപ്പോൾ ഒരു ചെറിയ പെട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഹെഡ് ഫ്ലാമൻ അത് കൊടുക്കാൻ പറയുന്നു. സെക്കൻഡ് ഫ്ലാമൻ ആകട്ടെ അതൊന്ന് തുറന്നു പോലും നോക്കാതെ ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. ബിബി ഡോങ് ആകട്ടെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ അത് യെസ് എന്നുള്ളൊരു ഉത്തരമായിട്ട് അവൾ കരുതുന്നു. അവർ നോ എന്നും പറഞ്ഞില്ല, യെസ് എന്നും പറഞ്ഞില്ല. അതുകൊണ്ട് യെസ് എന്ന ഒരു ഉത്തരമായിട്ട് അവൾ കരുതുന്നു. ശേഷം ദുളോ കോണ്ടിനെന്റിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ മാർഷൽ സോൾ ഹാളിന്റെ പ്രതിനിധികളെയും വിളിച്ചു കൂട്ടാൻ പറയുന്നു. എന്തോ വലിയ അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഫ്ലാമൻ ആണെങ്കിൽ ആ പെട്ടിയുമായിട്ട് ഹെഡ് ഫ്ലാമന്റെ അടുത്തേക്കാണ് വരുന്നത്. ഹെഡ് ഫ്ലാമൻ അവിടെ ഇല്ല എന്ന് നുണ പറഞ്ഞതായിരുന്നു. അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ഷൂൻജിയുടെ ഫാദർ ആണ് എന്നാണ് തോന്നുന്നത്. അയാളുടെ ഫസ്റ്റ് നെയിമും ഷൂൻജിയുടെ ഫസ്റ്റ് നെയിമും സെയിം ആയിരുന്നു. അത് മാത്രമല്ല അവിടെയുള്ള മാലാഖയുടെ ചിറകുകളുടെ ശില്പങ്ങളും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ഈ പറയുന്നത് ഹെഡ് ഫ്ലാമനെ കുറിച്ചാണ്. ബിബി ഡോങ് കൊടുത്ത പെട്ടിയിലാകട്ടെ ആദ്യത്തെ 3 ക്ലാനുകളെ സൂചിപ്പിക്കുന്ന എൽഡർ ഹാളിന്റെ ടോക്കൺ ആയിരുന്നു. എന്തോ വലിയത് അവൾ പ്ലാൻ ചെയ്യാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. മറ്റൊരു ഫ്ലാമൻ പറയുന്നുണ്ട്, എന്തൊരു അത്യാർത്ഥിയാണ് അവൾക്ക്. സെക്കൻഡ് ഫ്ലാമൻ പറയുകയാണ്, അതുമൂലം മാർഷൽ സോൾ ഹാളിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റേ ഫ്ലാമൻ പറയുന്നത് ഇതെല്ലാം അവൾ അവൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. മാർഷൽ സോൾ ഹാളിനും എൽഡർ ഹാളിനും അവൾ പുല്ലുവിലയാണ് കൊടുക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണമെന്നാണ് അയാൾ പറയുന്നത്. സെക്കൻഡ് ഫ്ലാമൻ പറയുകയാണ്, കുറച്ചു വർഷം മുമ്പായിരുന്നെങ്കിൽ അത് നമുക്ക് നോക്കാമായിരുന്നു. ഇപ്പോൾ അവൾ ഒരുപാട് ആളുകളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഫോറസ്റ്റിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അവളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഹെഡ് ഫ്ലാമൻ പറയുകയാണ്, അവൾ പോകുന്നത് വരെയും പോവട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പ്രത്യക്ഷമാകുമ്പോൾ അവൾ ഇല്ലാതാകും. മറ്റേ ഫ്ലാമൻ അപ്പോൾ സന്തോഷത്തോട് ചോദിക്കുകയാണ്, അങ്ങനത്തെ വെളിപാട് അങ്ങേക്ക് കിട്ടിയോ? അതെ എന്ന രീതിയിലാണ് ഹെഡ് ഫ്ലാമൻ സംസാരിക്കുന്നത്. അതായത് പ്രവചനം പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഏതോ ഒരു വ്യക്തി പ്രത്യക്ഷമാകുന്ന സമയത്ത് ബിബി ഡോങ് നിലം പതിക്കുമെന്ന്. പിന്നെ കാണിക്കുന്നത് ടാങ്സാനെയും ഫാദറിനെയുമാണ്. ടാങ്സാൻ പറയുകയാണ്, ഈ സ്ഥലം ശരിക്കും ഒരു നിധിയാണ്. എന്റെ സോൾ പവർ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. ലെവല് 59 ആയിരിക്കുന്നു. അപ്പോഴാണ് ടാങ്സാന്റെ ഫാദറിന്റെ കൈ ശ്രദ്ധിക്കുന്നത്. ഞരമ്പുകൾ പുറത്ത് ചുവപ്പ് നിറത്തിൽ കാണുന്ന രീതിയിൽ പ്രത്യേക രീതിയിലായിരിക്കുകയാണ്. ഉടനെ തന്നെ അവൻ ഫാദറിനെ വിളിക്കുമെങ്കിലും ഫാദർ പറയുന്നത് ബ്ലൂ സിൽവർ പ്ലാന്റിനെ കുറിച്ചാണ്. അത് നീ കണ്ടില്ലേ? ഒരു രാത്രി കൊണ്ട് എത്രയുമാണ് അത് വളർന്നിരിക്കുന്നത്. എന്നാൽ ടാങ്സാൻ ഫാദറിന്റെ കൈ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ
എയറിൽ വിഷം അടങ്ങിയിട്ടുണ്ട്. അച്ഛന് അത് പ്രശ്നമുണ്ടാക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. അതിനുശേഷം ടാങ്സൺ അവന്റെ ശക്തി ഉപയോഗിച്ച് ടാങ്സന്റെ ഫാദറിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അത് കണ്ട് ടാങ്സൺ പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഫാദറിനെ ഹീൽ ചെയ്യാമെന്ന്. അത് ഫാദറിന്റെ ഹൃദയത്തിലെത്തി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ടാങ്സന്റെ ഫാദർ പറയുകയാണ് എനിക്കൊന്നും പറ്റില്ല, എന്റെ കൾട്ടിവേഷൻ ഉപയോഗിച്ച് എനിക്ക് അതിനെ തടഞ്ഞു നിർത്താനാകും. അത് മാത്രമല്ല നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് നിന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കി എങ്ങും പോകില്ല എന്ന്. അവസാനം വെറുതെ നിന്റെ എനർജി വേസ്റ്റ് ആക്കണ്ട എന്നും പറയുന്നുണ്ട്. എന്നാൽ ടാങ്സൺ പറയുകയാണ് ഞാൻ ദൂഗുബോയെ ഹീൽ ചെയ്തതുപോലെ തന്നെ അച്ഛനെയും ഹീൽ ചെയ്യാം. അവസാനം അത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ടാങ്സന്റെ ഫാദർ അതിന് സമ്മതിക്കുന്നുണ്ട്. ടാങ്സൺ ആദ്യമേ തന്നെ ഡ്രാഗൺ ലീഫ് കഴിക്കാനാണ് ടാങ്സന്റെ ഫാദറിനോട് പറയുന്നത്. ആദ്യമേ ടാങ്സന്റെ ഫാദർ ഒരു ഡ്രാഗൺ ലീഫ് കഴിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് ടാങ്സൺ കരുതിയത്. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. അതിനുശേഷം ഞാൻ പ്രത്യേക മെഡിസിൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ടാങ്സൺ അവിടുന്ന് മാറി അവന്റെ തന്നെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒക്കെ എടുത്ത് പ്രത്യേക രീതിയിലുള്ള മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ടാങ്സന്റെ ഫാദറിന്റെ ദേഹത്ത് ബ്ലൂ സിൽവർ പ്ലാന്റ് ചുറ്റി പിടിക്കുന്നു. അതായത് ടാങ്സന്റെ അമ്മ തന്നെ. ടാങ്സന്റെ അമ്മ ടാങ്സന്റെ ഫാദറിനോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ട് എന്ന വണ്ണം ടാങ്സന്റെ ഫാദർ ഉടനെ തന്നെ ടാങ്സനോട് വരാൻ പറയുന്നു. ടാങ്സൺ അപ്പോഴേക്കും ആ മെഡിസിൻ ഉണ്ടാക്കിയും കഴിഞ്ഞിരുന്നു. അവന്റെ മുഖത്തെ ബ്ലഡ് തുടച്ചതിന് ശേഷമാണ് ഫാദറിന്റെ അടുത്തേക്ക് പോയത്. എന്നാൽ ആ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ടാങ്സന്റെ ഫാദറിന് അറിയാം. അതുകൊണ്ട് തന്നെ ടാങ്സന്റെ ഫാദർ അവനെ ശകാരിക്കുകയാണ്. ടാങ്സൺ പറയുകയാണ് അത് ചെറിയ മുറിവാണ്, അമ്മ തന്ന ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ശക്തി ഉപയോഗിച്ച് അത് പെട്ടെന്ന് ഹീലാകും. ദേഷ്യത്തോടെ ടാങ്സന്റെ ഫാദർ പറയുകയാണ് എനിക്ക് വേണ്ടിയാണെങ്കിലും നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നീ ഇതൊരിക്കലും ചെയ്യരുത്. അത് കേട്ട് വിഷമത്തോടെ കരയാൻ പോകുന്നവനെ പോലെ ടാങ്സൺ പറയുകയാണ് ഈ ശക്തിയിലുള്ള അഹങ്കാരം മൂലമോ അത് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല ഞാനിത് ചെയ്തത്. ഫാദർ ആരോഗ്യവാനായിട്ട് അമ്മയുടെ കൂടെ എന്നും ഉണ്ടാകണമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവന്റെ വിഷമവും ടാങ്സൺ ചെയ്ത കഠിന പ്രയത്നവും പാഴാകണ്ട എന്ന് കരുതി ടാങ്സന്റെ ഫാദർ അത് കഴിക്കുന്നു. ടാങ്സന്റെ ബോഡിയുടെ ഉള്ളിൽ 2 തരത്തിലുള്ള പ്ലാന്റ്സ് അവൻ ഒരിക്കൽ അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിഷവാതകങ്ങളൊന്നും അവന് ഏൽക്കില്ല. അവന്റെ ഹൃദയത്തിലെ ബ്ലഡ് ഉപയോഗിച്ചുണ്ടാക്കിയ മെഡിസിനിൽ ആ പ്ലാന്റിന്റെ അതേ ശക്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ടാങ്സന്റെ ഫാദർ അത് കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിലെ എല്ലാ പാടുകളും അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം ഹൗത്തിയാൻ സെക്റ്റിലേക്ക് പോകാനുള്ള ഒരു മാപ്പ് അവന് കൊടുത്തിട്ട് പറയുകയാണ് നിന്റെ ആന്റി അവിടെ കാത്തിരിക്കുന്നുണ്ടാകും, ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടോളൂ. അതിനുശേഷം അവന്റെ ശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ് ഉടനെ തന്നെ നീ 60ാമത്തെ ലെവലിലും എത്തും. ഹൗത്തിയാൻ സെക്റ്റിലെ നിന്റെ കർത്തവ്യങ്ങൾ പൂർത്തിയായ ഉടനെ തന്നെ നിനക്ക് വൂവിനെ കാണാൻ പോകാം. അവളും അപ്പോഴേക്കും മെച്യൂർ ഫേസിലേക്ക് കടന്നിട്ടുണ്ടാകും. പിന്നെ ആർക്കും അവളെ മനസ്സിലാകില്ല. അവസാനം നിനക്ക് തരാനുള്ള ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കഴിവുള്ളവനാണ്, എപ്പോഴും നിന്റെ സുരക്ഷയ്ക്ക് നീ പ്രാധാന്യം കൊടുക്കണം. അതെല്ലാം സമ്മതിച്ചതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞിട്ടാണ് ടാങ്സാൻ പോകുന്നത്. ടാങ്സാൻ പോകുന്നതിന് മുമ്പേ ബ്ലൂ സിൽവർ പ്ലാന്റ് അവന്റെ കയ്യിൽ ഒന്ന് ചുറ്റിയിരുന്നു. ടാങ്സാന്റെ ഫാദറിനെ കുറിച്ച് ഓർത്തും ആകുലപ്പെടേണ്ട, ഇനി ടാങ്സാന്റെ ഫാദറിന് അവിടുത്തെ വായു ശ്വസിച്ചാൽ കുഴപ്പമില്ല, ആ മരുന്ന് കഴിച്ചല്ലോ. പരസ്പരം കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ടാങ്സൺ അവിടുന്ന് പോകുന്നത്. പോകുന്ന വഴിക്ക് പെട്ടെന്ന് അവന് വൂവിനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. വൂ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവന്റെ ശക്തി ഉപയോഗിച്ച് അവൻ വൂവിനെ സഹായിക്കുകയാണ്. അവന്റെ ഡൊമൈനും പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ എർമിങ്ങിനും ഡാമിങ്ങിനും മനസ്സിലാകുന്നുണ്ട്. ടാങ്സൺ അതിനുശേഷം വൂവിനോട് എന്ന പോലെ പറയുകയാണ് നീ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വൂ ആകട്ടെ ഇപ്പോഴും ആ ഓർമ്മകളിലാണ്. അത് അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതൊന്ന് നിർത്തൂ. എന്നാൽ ഇപ്രാവശ്യം ടാങ്സൺ സംസാരിക്കുന്നത് അവൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. അത് മാത്രമല്ല അല്പം കഴിയുമ്പോൾ ടാങ്സൺ അങ്ങോട്ട് വരികയും ചെയ്യുന്നു. ടാങ്സനോട് അവൾ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ടാങ്സൺ പറയുകയാണ് അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്, ഒരിക്കലും അത് മാറ്റുവാൻ സാധിക്കില്ല. നീ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു. നല്ലൊരു ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കൂ. എന്നാൽ വൂ തനിക്കതിന് കഴിയുന്നില്ല, ഈ സ്ഥലം വിട്ടു പോകാൻ തനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുന്നു. എനിക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ നീ ഇവിടേക്ക് വന്നിരിക്കുന്നു, നീ എന്നെ ഇവിടുന്ന് രക്ഷിക്കാനാണോ വന്നിരിക്കുന്നത്? എന്നാൽ ടാങ്സാൻ പറയുകയാണ് ഇല്ല, എനിക്കൊരിക്കലും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, നീ തന്നെ ഇവിടുന്ന് പുറത്തു കടക്കണം. നീ അനുവദിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇവിടെ വരുവാൻ പോലും സാധിച്ചത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവൾക്ക് തന്നെ പുറത്തു കടക്കാം എന്നൊരു വിശ്വാസം ഉണ്ടാകുന്നു. അവൾ അതിന് തയ്യാറാകുന്നു. അങ്ങനെ അവൾ ആ ടെസ്റ്റിൽ വിജയിക്കുകയാണ്. ടാങ്സാന്റെ കൂടെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തുള്ള വൂ ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എർമിങ്ങും അവൾ വിജയിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ടാങ്സാൻ ആകട്ടെ ആ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് അവൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. തീർച്ചയായും വെറും കൈയോടെ ആയിരിക്കില്ല, എന്തെങ്കിലും സമ്മാനത്തോടു കൂടിയായിരിക്കും അവളെ കാണാൻ പോവുക എന്നും പറയുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മളോടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.